തുടർച്ചയായ 4-ാം ദിവസവും മധ്യപൂർവേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. ഇസ്രയേലിന് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ അറ്റാക്ക്. ടെഹ്റാനിൽ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയ്ക്ക് നേരെ ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ കത്തിക്കുമെന്ന ഇറാന്റെ അന്ത്യശാസനം. അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ മരണം 555 ഉയർന്നു. ഇസ്രയേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ പൗരന്മാർക്ക് അമേരിക്കയുടെ നിർദ്ദേശം വന്നു. ഇറാനെതിരെ കനത്ത തിരിച്ചടി വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും അതുപോലെ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസും തത്സമയം ചേരും. ആദ്യം ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഈ പ്രഭാതത്തിൽ തന്നെ കരിമ്പടം വീണതുപോലെയാണ്. ഒരുപക്ഷേ ഈ ഗൾഫ് നാടുകളിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ പ്രശ്നവും നമ്മുടെ നാട്ടിൽ വലിയ പ്രത്യാഘാതം നമ്മുടെ സാമ്പത്തിക രംഗത്ത് മറ്റ് മേഖലകളിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അമ്പരപ്പോടെയാണ് നമ്മൾ മലയാളികൾ ഈ യുദ്ധത്തെ കാണുന്നതും. ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് എന്താണ് ദിലീപ് കുമാർ? എസ്കെൻ, ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്ന ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത റിയാദിലെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ US എംബസിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നുവെന്നാണ്. US എംബസി ഈ ആക്രമണത്തെ തുടർന്ന് തീപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിമിതമായ തീപിടുത്തമാണ് ഉണ്ടായതെന്നാണ് സൗദി അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ ഏതായാലും അത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. മാത്രമല്ല ഇറാൻ ഈ സൗദി അറേബ്യയിലെ റിയാദിലുള്ള വിവിധ നയതന്ത്ര മേഖലയ്ക്ക് നേരെ വിവിധ നയതന്ത്ര കാര്യാലയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നയതന്ത്ര മേഖല. നയതന്ത്ര മേഖലയിലും ആക്രമണം നടത്തിയതായാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ. ദുബായിലെ US സൈനിക താവളത്തിന് നേരെ കടൽ മാർഗം ആക്രമണം നടത്തിയതായും ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിക്ക് നേരെ, അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം നടന്നതായുള്ള വാർത്തയും വരുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ആസ്ഥാനത്താണ് ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷേ തടസ്സമില്ലാതെ അവരുടെ പ്രവർത്തനം അവിടെ തുടരുന്നതായിട്ടാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് അടച്ചതായും അതുവഴി ഏതെങ്കിലും കപ്പലുകൾ കടന്നുപോകാൻ ശ്രമിച്ചാൽ അതിനെ തകർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ നിലയിലുള്ള വളരെ എന്താ പറയുക, നമ്മൾ ഒരു സമാധാനകാംക്ഷികളായ ജനങ്ങളെ സംബന്ധിച്ച് ഒട്ടും ആശാവഹമല്ലാത്ത വാർത്തകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ഗൾഫ് മേഖലയിലെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ഒരു താല്പര്യവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവർ ഒരിക്കലും ഒരു യുദ്ധത്തിൽ പങ്കാളികളാകാത്തനോ അല്ലെങ്കിൽ അങ്ങനെ യുദ്ധത്തിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹിക്കാത്ത രാജ്യങ്ങളാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളിലുണ്ട്. അവർ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേൽക്കൂടി ആക്രമണം ഉണ്ടാകും. ഇറാൻ ആ നിലയിലുള്ള ആക്രമണം നടത്തുമെന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അമേരിക്ക അതൊന്നും വകവെച്ച് കൊടുത്തില്ല. അമേരിക്ക ഈ ആണവ ശേഖരമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു. ഇപ്പോഴും അവിടെ എന്താണ് അവിടുത്തെ ആണവോർജ്ജത്തിൻ്റെ സ്ഥിതി? ആണവ ബോംബുകൾ ഉണ്ടാക്കാനാണോ മറ്റു കാര്യങ്ങൾക്ക് സമാധാനപരമായ കാര്യങ്ങൾക്കാണോ എന്നത് സംബന്ധിച്ചൊന്നും ഇപ്പോൾ യുദ്ധം തുടങ്ങി ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇറാന്റെ പ്രതിനിധി പറഞ്ഞത് അവിടെയുള്ള നഥാൻസിലെ ആണവ നിലയത്തിന് നേരെ ആക്രമണം അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആ സംയുക്ത ആക്രമണത്തിൽ അതിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഒരു കേടുപാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ അതൊരു ആണവ വികിരണ ഭീഷണി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് IAEA യോഗം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇറാനുമായി ബന്ധപ്പെടാൻ IAEAക്ക് കഴിയുന്നില്ല എന്ന കാര്യം കൂടി IAEA മേധാവി യോഗത്തിൽ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ഈ IAEA യോഗത്തിൽ പങ്കെടുത്ത സ്ഥാനപതി പറഞ്ഞതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും യുദ്ധം മലയാളികളെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതുവരെ ഈ യുദ്ധങ്ങളിലൊന്നും പങ്കാളികൾ അല്ലാതിരുന്ന UAE അടക്കമുള്ള രാജ്യങ്ങളെ പോലും ഈ യുദ്ധത്തിൻ്റെ കരിനിഴൽ ഇപ്പോൾ അവിടെ ബാധിച്ചിരിക്കുകയാണ്. പക്ഷേ ഏതായാലും പ്രവാസികൾക്ക് ആശങ്ക വേണ്ട. അവിടെയുള്ള പൗരന്മാർക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ പൗരന്മാർക്ക് ആ നിലയിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണവുമാണ് പ്രധാനമായും ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിനെ ചെറുക്കാനുള്ള സംവിധാനം, മിസൈൽ വേധ പ്രതിരോധ സംവിധാനം ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ആകെയുണ്ട്. ഖത്തർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് തങ്ങളുടെ ഈ മിസൈൽ വേധ സംവിധാനം, പേട്രിയറ്റ് മിസൈൽ വേധ സംവിധാനം അത് കൂടുതൽ ആ ശേഖരം വളരെ സുരക്ഷിതമാണ് എന്നാണ്. അതുകൊണ്ട് ഒട്ടും ആശങ്ക വേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ ആകാശത്ത് വെച്ച് ഇത് തകർക്കുന്നത് കൊണ്ട് തന്നെ, ലക്ഷ്യത്തിലെത്താതെ തന്നെ അത് തകർക്കാൻ ഈ മിസൈൽ വേധ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട്.
പക്ഷേ അതിൻ്റെ അവശിഷ്ടങ്ങൾ പലയിടത്തും പതിച്ചാണ് ഈ പലരും കൊല്ലപ്പെടുന്നതും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കഴിയും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും ഇറാനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം കടുപ്പിക്കുന്നത് എന്ന വിലയിരുത്തൽ ചില രാജ്യാന്തര നിരീക്ഷകർക്കുണ്ട്. പക്ഷേ ആ കാര്യത്തിലൊക്കെ എത്രത്തോളം പോകാൻ കഴിയും എന്നത് ഇപ്പോഴും ഒരു അവ്യക്തതയാണ്. അതായത് ഇതുവരെ ഇത് സംബന്ധിച്ച് ആരെങ്കിലും ഒരു മുൻകൈ എടുക്കുകയോ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു മധ്യസ്ഥതയ്ക്കുള്ള ശ്രമം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. SKN ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന മറ്റൊരു വിവരം, സ്പെയിൻ അവർ ഈ അമേരിക്ക അവിടെ നിന്ന്, അതായത് ഈ സ്പെയിനിലെ വ്യോമത്താവളം ഉപയോഗിക്കാമെന്ന് നേരത്തെ അമേരിക്ക കരുതിയിരുന്നതാണ്. പക്ഷേ അങ്ങനെ അമേരിക്കൻ വ്യോമത്താവളം ഇറാനെതിരായ ആക്രമണത്തിന് വേണ്ടി അനുവദിക്കില്ല. അവിടെ നിന്നുകൊണ്ട് സ്പെയിനിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ആ ആക്രമണം അനുവദിക്കില്ല എന്ന് സ്പെയിൻ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് എവിടേക്കെങ്കിലും അവരുടെ യുദ്ധവിമാനങ്ങളെ മാറ്റുന്നതിനാണ് അമേരിക്ക ഇപ്പോൾ ആലോചിക്കുന്നത്. SKN. ഓക്കെ, ബി ദിലീപ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ വരുന്ന ചില വാർത്തകളും അമ്പരപ്പിക്കുന്നതാണ്. ഇറാനിലേക്ക് കൂടുതൽ എയർ സ്ട്രൈക്കുകൾ നടത്താൻ ഇസ്രായേൽ മിലിറ്ററി തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.